ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാഡ്രൂ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും പാടെ വിയറ്റ്നാം ട്രിപ്പ് പോവാണ് ഗൈസ്. എന്താ പറയുക, നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിയറ്റ്നാമിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല അവിടുത്തെ എന്താണ് വെതർ, എന്താണ് ഇതുവരുടെ എക്സ്പീരിയൻസ് ചെയ്തില്ലൊരു ന്യൂ കൺട്രി വിസിറ്റ് അല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഫാമിലി ഉണ്ട്, ഉപ്പ ഉമ്മ അനിയൻ കാക്ക ബാബി കുട്ടി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വിയറ്റ്നാം ട്രിപ്പ്. ഫ്ലൈറ്റ് ഷാർജ ടു ദോഹ, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഷാർജ ടു ദോഹ, ദോഹ ടു ഹാനോബായ് ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ. അപ്പോൾ ദോഹ ടു ഹാനോബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു 15 മണിക്കൂർ റണ്ണിങ് ഉണ്ടാവും. ഇതിൻ്റെ ഊഹം ശരിയാണെങ്കിൽ 5, 7, 12, 14 മണിക്കൂർ എങ്ങനെ റണ്ണിങ് ഉണ്ട്. റണ്ണിങ് അല്ല, ഒക്കെ പാടെ ഇരിക്കലും എന്താ റണ്ണിങ്ങും ഡ്യൂറേഷനും എല്ലാം പാടെ ഒരു 14 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പരിപാടി സെറ്റായി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് തിരക്കുണ്ട്. We are going to Vietnam. Yeah. And where are you? Where are you going? To? Yeah. Vietnam. പറയടാ, ഇംഗ്ലീഷ് പറയടാ. Oh, we are going ഗായ്സ്, ഉസിലിന്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ചു കൊടുത്താ. ഹെയർ സ്റ്റൈൽ കാണിക്ക്, ബാക്ക് കാണിക്ക്, കണ്ടില്ല. ഉസിൽ അങ്ങനെ നമ്മള് ദോഹ എയർപോർട്ടിലെത്തി. അത് ഇവിടെ എത്തിപ്പെട്ട കഥകള് അതൊരു വല്ലാത്ത കഥയാണ്, അത് പറയല്ല. അതായത് വിയറ്റ്നാമിലേക്ക് ടിക്കറ്റ് എടുത്തു, അവിടുന്ന് പിന്നെ ഒരു സംഖ്യ കൊടുത്തിട്ട് ദുബായിലേക്ക് ഞങ്ങള് ദുബായിൽ നിന്ന് പിന്നെ തായ്ലൻഡിലേക്ക് കണക്ഷൻ എടുത്തു. വിയറ്റ്നാമുക്ക് ഓൺ അറൈവൽ ഇല്ല. ഞങ്ങൾ ഓൺ അറൈവൽ ഉണ്ട് വെച്ചിട്ടാ വന്നത്. പക്ഷെ വിയറ്റ്നാം ഓൺ അറൈവൽ ഇല്ലാത്തതുകൊണ്ട് നേരെ തായ്ലൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനൊരു സംഖ്യ ചെലവായി. പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും ദുബായ് എയർപോർട്ടിൽ പറയാം തായ്ലൻഡിന് ഐഡിയ എന്താണ് അറൈവൽ കാർഡ് വേണം. അനുഭവിച്ചു എല്ലായിടത്തും. ഈ ഖത്തർ എയർവേസിന്റെ സ്റ്റാഫുകൾ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. ഒരിക്കലും അവരെ മറക്കാൻ കഴിയില്ല. അവര് രണ്ട് ഭാഗത്തും ഞാൻ അപ്രീഷിയേറ്റ്. അതായത് നമ്മള് കോൾ സെന്ററിൽ വിളിച്ചപ്പോൾ അവർ നന്നായിട്ട് പറഞ്ഞു, വളരെ നല്ല ബിഹേവിയർ ആയിരുന്നു. ഒരു മണിക്കൂറോളം അവർ സർവീസ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ദോഹയിലാണ്. ദോഹ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട്, 5 മണിക്കൂറോളം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനം ഫൈനലി എത്തി. ഗൈസ്, ഇതാണ് ദോഹ എയർപോർട്ട്, അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് ദോഹ അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട്. വലിയ എയർപോർട്ടാണ്. ഒരുപാട് കാലത്തിൻ്റെ പണി നടന്നു. ഇഷ്ടംപോലെ ഏറ്റവും നല്ല ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഖത്തർ എയർവേസിൽ യാത്ര ചെയ്യുന്നത്. അതിനൊരു യോഗം ഉണ്ടായി, അൽഹംദുലില്ലാ. അതെ, കുറച്ച് ഇടങ്ങേറായിട്ടുണ്ടെച്ചാലും അതിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. വലിയ സന്തോഷം. ബാത്റൂമിൻ്റെ ആൾക്കാർ കാണണ്ട. ഇവിടെ 5 മണിക്കൂർ ഇതുണ്ട്, ലാഗ് ഉണ്ട്. 5 മണിക്കൂർ അത് വിയറ്റ്നാമിക്ക് ഇരുന്നില്ലേ 5 മണിക്കൂർ. ഇപ്പൊ 3 മണിക്കൂർ അല്ലേ. അതെ, ഒരു 3 മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ എത്ര മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടാവും തായ്ലൻഡിക്ക്? 6 മണിക്കൂർ. ഒരു 6 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടാവും തായ്ലൻഡിക്ക്. മൊത്തം ഒരു 9 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് തായ്ലൻഡ് എത്തുള്ളൂ. എവിടെ ഇരിക്കണേ? ഓസിൽ ഹായ്. ഓ ഗൈസ്, അമ്മ എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ? ഇടങ്ങാറായ കഥകളൊക്കെ ഒന്ന് പറഞ്ഞ.
ഗൈസിൻ്റെ ഉമ്മ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത് കേട്ടോ. അപ്പോൾ ആകെ ടയർഡാണ്, കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ 3 മണിക്കൂർ ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റ് കയറും. പിന്നെ ഒരാൾ ഇവിടെ കരയുന്നുണ്ട്, ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഉമ്മാൻ എന്താ ചെയ്യണ്ടേ? കംപ്ലൈൻറ്റ് ചെയ്യണ്ടേ? ഒന്ന് വാക്സ് വെച്ചിരിക്കുന്നു. കരഞ്ഞാലും ഞങ്ങൾ സ്റ്റൈലായിട്ടേ കരയൂ. പിന്നെ നമ്മളെ കേട്ടാ ബാങ്കോക്ക് അല്ല അതൊക്കെ മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഗേറ്റിന്റെ അവിടേക്ക് പോവല്ലേ? ഗേറ്റിന്റെ അവിടെ പോവാണ് ഗൈസ്. നമ്മൾ ഗേറ്റിന്റെ അവിടേക്കാണ് പോകുന്നത്. ഞങ്ങളൊരു കഥയായിട്ടുള്ള യാത്രയാണ്. എല്ലാവരും ഇവിടെ നിന്നാണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നത്. ദിവസത്തിലെ ഇത് എന്താണ് ഗൈസ്? ടെഡി, മിസ്റ്റർ ബിന്റെ ടെഡി അല്ലേ? മിസ്റ്റർ ബിന്റെ ടെഡി ആണോ? മിസ്റ്റർ ബിന്റെ ടെഡിയാ? ഗൈസ് എന്ത് വലുപ്പാണിത്, എന്ത് വലുതല്ലേ. ടെഡി ഗായ്സ് നല്ല രസമുള്ള എയർപോർട്ട് കേട്ടോ. അടിപൊളി സെറ്റ് ചെയ്തേക്കണേ. ദുബായ് എയർപോർട്ടിനെക്കാട്ടിലും എയർപോർട്ടിന് ഒന്നുമല്ല ഈ എയർപോർട്ടിന്റെ ഫ്രണ്ടിലേക്ക് തോന്നുന്നത്. അത്രയും അടിപൊളി സെറ്റപ്പ്. മേബി അബുദാബി എയർപോർട്ടും നല്ല എയർപോർട്ടാണ്, ബട്ട് ഇതെന്തോ അതിലും വലിയ എയർപോർട്ട് പോലെ തോന്നി. കിടന്ന എയർപോർട്ട്. ഡബിൾ ഡക്കർ ആണെന്ന് തോന്നുന്നു, പക്ഷെ കാണല്ല. 2 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഗായ്സ് ഡബിൾ ഡക്കർ ഫ്ലൈറ്റ് ആണ് തോന്നുന്നു കേട്ടോ. ഹായ്. അപ്പോൾ ഗായ്സ് അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ്. ഇവിടുത്തെ ദോഹയിലെ തീർത്തൊക്കെ കഴിഞ്ഞു. അതെ, അതും ഡബിൾ ഡക്കറില്ലല്ലോ അപ്പ. പക്ഷെ നമ്മള് താഴെയാണ്. ഇനി തായ്ലൻഡിലേക്ക്. അപ്പൊ ഒരു 6 മണിക്കൂർ തായ്ലൻഡ് യാത്രയുണ്ട്. ഇതിന്റെ മോൾക്കാണ്, അപ്സ്റ്റേഴ്സ് ആണ്. അതാണ് ഡബിൾ ഡക്കർ. ഇതിന്റെ മോൾക്കാണ്, അവിടെ തന്നെ സ്റ്റെയർ ഉണ്ട്. ഇതിന്റെ മോൾക്കാണ് കയറുന്നത് ഡബിൾ ഡക്കർ. ഇത് താഴെ. അങ്ങനെ നമ്മൾ ഖത്തർ എയർവേസ് ഫ്ലൈറ്റിനുള്ളിലാണ്. ബ്രഷ് ചെയ്യാനുള്ള സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി ഒരു ഹെഡ്ഫോൺ ആൻഡ് ഒരു പില്ലോ, പിന്നെ ഒരു ബ്ലാങ്കറ്റ് ഇട്ടിട്ടുണ്ട്. സ്ക്രീന്, ടി വി. നൈസ് ഫ്ലൈറ്റ് ആട്ടോ, സൂപ്പർ ഫ്ലൈറ്റ്, ബെസ്റ്റ് ഫ്ലൈറ്റ്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇപ്പോൾ ടൈം എത്ര? 1:30 മണി. അപ്പോൾ എന്താ പറയുക, പിന്നെ അറിയില്ല. എയർപോർട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ. കാക്കും ബാബിയും ബാക്ക് സീറ്റിലായിരുന്നു. അപ്പോൾ ഓലെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മളെവിടെ പോകണം? ഹോട്ടലിൽ പോകണം. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അല്ലേ? രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഒക്കെ ഫ്ലൈറ്റിൽ നിന്ന് കഴിഞ്ഞു. അങ്ങനെ പോയി ബാങ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയത്. ഇനി ബാക്കി വഴിയെ കാണാം. ഇതാണ് ബാങ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ സീൻ. അത് ഇവിടുത്തെ തായ്ലൻഡ് എയർവേസിൻ്റെ തോന്നുന്നു. ഹലോ ഗായ്സ്. ഇത് ഇവിടുന്ന്. ഹലോ ഗായ്സ്. ലെറ്റ്സ് ഗായ്സ്. ഹായ് ഗായ്സ്.
കണ്ണും മുഖൊക്കെ എല്ലാരും ഒരുമാതിരി ആയിക്കണല്ലോ അല്ലേ? ജൈനെ കാട്ടും ചെയ്യും. ഇല്ല ഗായ്സ്, എപ്പോഴും ലെസിനെ കാട്ടലുണ്ട്. ഒന്നും തല്ലും ലെസിനെ എപ്പോഴും തല്ലും. ലെസിനെ എപ്പോഴും തല്ലും ഗായ്സ്. ഒസിൽ എപ്പോ നോക്കിയാലും ലെസിനെ തല്ലും. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം ഒസില് ലെസിനെ തല്ലുമ്പോൾ ഞങ്ങൾ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ യൂട്യൂബില് വീഡിയോ എടുക്കും. എപ്പോഴും തല്ലിക്കൊണ്ടാവും. Lazy, 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 lazy. Oh, hi. Lazy. Ah. അടുത്ത റീൽ സ്റ്റാർ ആണ്. ഇതാരാണ്? ഇത് ഫാന്റാസ്റ്റിക് 4 ആണോ? അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമ്മൾ ലഗേജ് എടുക്കാനാണ് പോണത്. അപ്പോൾ അങ്ങനെയാണ് തായ്ലൻഡ്. അപ്പോൾ ഇതിപ്പോൾ എപ്പോൾ ടക്കണ് 18-18ലാണ് ഞങ്ങൾ ലഗേജ് എടുക്കണം. അപ്പോൾ ലഗേജ് എടുക്കണം. ഈ കണ്ട ആൾക്കാരൊക്കെ ലഗേജിന് വെയിറ്റ് ചെയ്യാണ്. ഇതപ്പോഴും നമ്മൾ ലഗേജ് ഞങ്ങൾ നോക്കിയിട്ട് ഇല്ല. കിട്ടിയോ? കുറച്ച് ലഗേജ് കിട്ടിയോ? നോക്കേ. ആ വരുന്നു നമ്മളെ വരുന്നു. ഹായ്, ഇന്ന് പുറത്തിറങ്ങണ്ടോ? രാത്രി നമ്മള് ഫുഡ് മാർക്കറ്റ് പോകും, ഫുഡങ്ങാടിയിൽ. എന്നിട്ട് പല്ലിക്കൂറ പിന്നെ കുഴിവ് ഇതൊക്കെ ഇമ്മാക്ക് കൊടുക്കണോ? ഇമ്മ താവളനൊക്കെ പിന്നെ പല്ലിക്കൂറ് ഞങ്ങൾ അർണ ഫ്രൈ കിട്ടും ഇവിടെ. മത്തിരമാതിരിയാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആക്കാല്ലേ. സോ ഗായ്സ്, നമ്മളെ ലഗേജ് എല്ലാം കിട്ടി. ബോസിലെ പുറത്തു പോവാ. ടാക്സി വിളിക്കണം ഗായ്സ്. ഇനിയിപ്പോൾ ടാക്സി നോക്കണം. ഗായ്സ്, നമ്മൾ എക്സിറ്റ് ആവാൻ പോവാണ്. അങ്ങനെ എയർപോർട്ടിലെ ഫ്ലൈറ്റ് യാത്ര എല്ലാം കഴിഞ്ഞു. ഇനി നേരെ ടാക്സി എടുക്കാൻ പോകണം. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആയി. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ബാങ്കോക്കിലാണ്. ഭയങ്കര ചൂടില്ലേ, അതിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ചൂടുണ്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് എയർപോർട്ടിൽ കുറച്ച് ഓടാണ്ട്. പക്ഷേ എയർപോർട്ടിലേക്കല്ല, നമ്മൾ ഹോട്ടലിൽ കുറച്ച് ഓടാണ്ട്. അപ്പോൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. പുറത്ത് വരും കുറച്ച് നേരം ടാക്സി. 10 മിനിറ്റിനുള്ളിൽ ടാക്സി വരും. ഇപ്പോൾ സമയം എത്രടാ? 2:30. ഉച്ച ടൈമായി. അപ്പോൾ അങ്ങനെ നമ്മൾ തായ്ലാൻഡിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഏന്ന് പറയടാ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ വണ്ടി കയറി, ടാക്സി കയറി. നമ്മൾ സ്ട്രെയിറ്റ് ഹോട്ടലിലേക്ക് അല്ലപ്പാ.
അതെ ഒരു മണിക്കൂർ ടാക്സിക്ക് വേണ്ടിട്ട് കാത്തുനിന്നു. അതെ, കുറച്ച് ഇടങ്ങാറായി. പണികളല്ലേ. ഇവറ്റകൾക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവണില്ല. ഇംഗ്ലീഷാണോ അതും അറിയില്ല. ഞങ്ങൾക്കാണോ ഫോണില് ഞാൻ മാപ്പ് ഇട്ടിട്ടില്ല. ഓൻ്റെ 26 മിനിറ്റ്. 26 മിനിറ്റ് ഉള്ളൂ. അപ്പൊ അധികമൊന്നുമില്ല. 26 മിനിറ്റ് എന്നൊന്നും കാണിക്കില്ല. 22 കിലോമീറ്റർ. അപ്പൊ ആ കിടിലം വണ്ടി കേട്ടോ, നല്ല രസം. ചൈനയുടെ പോലെ തന്നെ അല്ലേ? ഇത് ഇവിടുത്തെ തായ്ലൻഡിന്റെ പ്രസിഡന്റ് ആരാണോ തോന്നുന്നു. അല്ല, കിങ് ആണ്. ഹായ് ബ്രദർ, ഹായ്. വാട്ട്സ് യുവർ നെയിം? Mr. Cock. ആര്? Cock. കോക്ക്. Yes. കോക്ക്. ഓക്കെ. YouTuber. This is my vlog. YouTube. Oh, good. Yeah, vlog. Okay guys, ആളത്തിന് വല്ലാതെ പറഞ്ഞാൽ ഞമ്മക്കും മനസ്സിലാവില്ല, ആൾക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ വല്ലാതെ കാര്യത്തിൽ കിടക്കുന്നില്ല. ഗൈസ്, ഉള്ള ആൾക്കാർക്ക് ഇതിന് ഭാഷ മനസ്സിലാക്കി കൊടുക്കണം. അന്ന് ചൈനയിൽ പോയില്ല, അതേപോലെ തന്നെ ഇവിടെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നല്ല പിടൽപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ റൂമിൽ കയറിയിട്ടുണ്ട്. 3 റൂം എടുത്തത്. അതെ, റൂമിന്റെ ഉള്ള ഒരു നോർമൽ റൂമാണ്. ഒരു ബാത്റൂം, പിന്നെ ഒരു ബെഡ് ഞങ്ങൾക്ക് പാളി ഗൈസ്. കാരണം ട്വിൻ ബെഡാണ് 2 അതിന് കൂട്ടി 2 വരും. നല്ല വൃത്തിയുണ്ട്. പിന്നെ ഇങ്ങനെ 3 റൂമാണ്. ഓക്കെ, വ്യൂ എന്ന് പറയാനൊന്നും ഇല്ല. ഗൈസ്, പൂളുണ്ട്. ഇതാ ഇവിടുന്ന് നേരെ പൂൾ വ്യൂ. ഒറ്റപ്പാലത്ത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ താഴേക്ക് നോക്കിയ പോലെ ഉണ്ട്. നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട്. തായ്ലൻഡ് മാറി മേലെ മെട്രോ കൂടും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ട്രീറ്റ് പോലെ ഹലാലായ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഹലാല് കഴിക്കാൻ മതി, ഹലാലിന് കഴിക്കും ഗൈസ്. ഒരു ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. ഹായ്. ബെസ്റ്റ്. എന്തൊക്കെ ഫുഡ് എന്ന് അറിയില്ല, പോയി നോക്കിയൊക്കെ. നമ്മളെ അവിടെ കഴിക്കുന്ന ഫുഡൊന്നും കിട്ടൂല, പക്ഷെ ഉള്ള ഫുഡ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പറ്റിയ ഫുഡ് കിട്ടിയാൽ മതി. ഓക്കെ. എന്താണെന്നറിയോ? ഇതിവിടെയാണ് ലെൻജോലാമി ഉണ്ട്. അമ്മ ഗായ്സ്, ഷവായി കിട്ടി. ഇതാണ് മന്തിയോ? വെള്ളം എങ്ങനെയുണ്ട് മുനു? പച്ചവെള്ളത്തിന് ഉപ്പോ പഞ്ചസാര എന്തെങ്കിലും കൂടുതലോ കുറവോ?
ബിഗ് ഒരു ബ്ലാക്ക് കൊണ്ടുവന്നു സൂപ്പ് കൊണ്ടുവന്ന വേറെ